ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടാണ്. മറ്റൊന്നല്ല, പോർക്ക് കൊണ്ടുള്ള അടിപൊളി ഒരു പെർലനാണ്. പോർക്കിനോട് താല്പര്യമുള്ളവർക്കൊക്കെ എന്തായാലും ഈ പെർലൻ ഇഷ്ടപ്പെടും. അത്ര ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഈ പെർലൻ ഒന്ന് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യം തന്നെ കാണണമെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഡെയിലി ഇടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം തന്നെ നമുക്ക് ഈ പോർക്ക് ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് കുക്കറിലേക്ക് ഞാൻ പോർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 750 ഗ്രാം പോർക്ക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച് ചേർത്ത് കൊടുക്കാം. ഒരു 3 പച്ചമുളക് ഇതേപോലെ നീളനെ കീറിയെടുത്തത്, 2 തണ്ട് കറിവേപ്പില, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, അരമുറി ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് വേവാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വരെ വേവിക്കാം. 1 വിസിൽ വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പോർക്ക് നന്നായിട്ട് വിസിലടിച്ചെടുത്തിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതേപോലെ കുക്കറിൻ്റെ പ്രഷർ മുഴുവനായിട്ട് പോയതിന് ശേഷമാണ് ഞാനിത് തുറന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പോർക്കൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. അടുത്തായിട്ടൊരു പാത്രത്തിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/4 മുറി തേങ്ങ ഇതേപോലെ നീളനെ അരിഞ്ഞെടുത്ത് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഒരു 3 മിനിറ്റ് ഇതേപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച് ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളക് സ്ലൈസായി നുറുക്കി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു 2 മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 10 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. 2 സബോള നീളനെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പെർലന് നല്ല ടേസ്റ്റ് കിട്ടാനാണ് നമ്മൾ ഈ ചെറിയുള്ളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെറിയുള്ളി മസ്റ്റായിട്ട് ചേർക്കാൻ നോക്കാം, എന്നാലാണ് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ സബോളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ച പോർക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് സ്റ്റൗവിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അപ്പോൾ നമ്മുടെ പോർക്ക് ഈ ഗ്രേവി ആയിട്ടൊക്കെ ഒന്ന് മിക്സ് ആയിട്ട് സെറ്റായി കിട്ടാനായിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. അടിപൊളി അടിപൊളി നല്ല മണമൊക്കെ വന്നിട്ടുണ്ട്. നല്ല സെറ്റായിട്ട് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അവസാനമായിട്ട് 1 തണ്ട് കറിവേപ്പിലും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു സർവിംഗ് ഡിഷിലോട്ട് പാർത്താം. അപ്പോൾ നമ്മുടെ പൊളപ്പൻ ടേസ്റ്റ് ആയിട്ടുള്ള അടിപൊളി പോർക്ക് പെർലൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത്രയും ടേസ്റ്റ് ആയിട്ടുള്ള പോർക്ക് കറി ഒന്നും നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഈ പോർക്ക് പെർലൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഞങ്ങളുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ജെ റെസിപ്പിയുടെ മറ്റൊരു അടിപൊളി വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.